എൻ്റെ എല്ലാ ചങ്ങൾക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ കയ്യിരിക്കുന്നത് ഏകദേശം 2 കിലോ അടുപ്പിച്ചുള്ള കടലിലെ കരിമ്പ് എന്ന് പറയുന്ന ഒരു മീനാണ്. കരിമീനല്ല, കണ്ട ഗൈസ്, ഒരു കടി പറ്റിയ നല്ല കടിയായിരിക്കേണ്ട. അപ്പോൾ ഞങ്ങൾ നമ്മളെ കടൽ കരിമ്പ് മീനിനെ അടിപൊളിയായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങോട്ട് കറി വെക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് കടി എടുക്കാം. വരൂ ഗൈസ്. തീ കത്തിച്ചു കൊടുക്കാം ഗൈസ്. ഒരു 3 ചെറിയ ഇത്രയുള്ള കമ്പി ഉണ്ടെങ്കിൽ നമുക്കൊരു അടുപ്പായി. നമുക്കിനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. പൊട്ടണ്ട. 2 ചെറിയ ഇഞ്ചി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ പച്ചമുളക്, നല്ല നാടൻ കരിവേപ്പില, അതൊരു 3-4 ഇതള്. ഇനി നമുക്കിനി ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളിയൊക്കെ ഏറെക്കുറെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിനി നാടൻ തക്കാളി ഇട്ട് കൊടുക്കാം. കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കും. അപ്പം നമുക്കിനി പൊടിയായിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അത് നമ്മൾ വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പം ഇത്രയും പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തേ. ചെറിയ ഉള്ളി ആയതുകൊണ്ട് പൊളിക്കും കേട്ടോ കറി. ഇനി പുളി ഒഴിച്ചു കൊടുക്കാം. പുളി എന്ന് പറഞ്ഞാൽ വാളം പുളിയാണേ. നമ്മളെ കരിമ്പ് പോലത്തെ തുണ്ടത്തെ പറക്കി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കുറേ ഉണ്ടാട്ടോ, ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇതിപ്പോൾ കണ്ട തുണ്ടത്തിൻ്റെ കളി. ഈ തലയിപ്പോൾ ഞാൻ ഇവിടെ വയ്ക്കും എന്നുള്ള കാര്യമാണ് ടെൻഷൻ എനിക്ക്. ഇങ്ങോട്ട് നോക്ക്, എന്നിട്ടും കഷ്ണം തീർന്നില്ല. കണ്ട, ഒരു മീനിൻ്റെ കഷ്ണമാണ് നോക്കിക്കോളൂ ഞങ്ങളെ. എന്നിട്ട് നമുക്കിനി തലയും കൂടി എടുത്ത് പതുക്കെ ഈ സൈഡിലോട്ട് കറക്കി അങ്ങ് വെച്ച് കൊടുക്കാം. കളക്കി കൊടുക്കും. അപ്പം നമ്മളെ മീൻ കറിയിലെ പ്രധാനപ്പെട്ട താരം എന്ന് പറയുന്നത് തേങ്ങാപ്പാൽ. എന്നാ പാലാണ് എടുത്തിട്ടുള്ളത് കേട്ടാ. എൻ്റെ അണ്ണ, ആ പാല് വന്നപ്പോൾ ഒരു കളർ മാറി നോക്ക് സബി. മീന് പൊടിയാതെ പതുക്കെ അങ്ങ് ഇളക്കി കൊടുക്കണം. ചില പീസ് മറിച്ചിടുണ്ട് കേട്ടാ. ഈ തലേ നമുക്ക് പതുക്കെ ചെവി അറിയാതെ മറിച്ച് കൊടുക്കാം ഗൈസ്. ഒരു 10-20 മിനിറ്റ് ചെറിയ തീയിൽ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി നമുക്കിനി കുറച്ചിനി ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം. സമയം ഈ മീൻകറി കിടന്ന് തിളക്കിനാണുമ്പോഴേ എനിക്ക് ഇറങ്ങി ചാടാൻ തോന്നണം. അതിൻ്റെ അകത്ത് കരിയേപ്പില ഇട്ടതും കുറച്ച് പച്ച വെളിച്ചെണ്ണം കൂടി ഒഴിച്ചതും അത് എടുക്കാൻ പറ്റിയില്ല. സംസാരം കട്ടായി പോയി ഞങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഷോട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ച കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വാ. അരുവിന്ന് കോരി എടുക്കാം. കുറച്ച് മീൻകറിയും കൂടി കോരി നമ്മളെ ആ ചൂട് ചോറിൻ്റെ പുറത്ത് അങ്ങോട്ട് കോരി അങ്ങ് ഒഴിക്കും. ചെറിയ ഉള്ളിയൊക്കെ അങ്ങ് വെന്തുടഞ്ഞ് കിടക്കുകയാണേ. അതിൻ്റെ പുറത്ത് അല്പം ചോറെടുത്ത് ഒന്ന് കുഴയ്ക്കണം. കുഴച്ചിട്ട് വലിയ മുള്ള് ഇപ്പം തൊണ്ടയിൽ കുടുങ്ങി ചത്തേനെ. ഇവിടെ നിന്ന് ഒരു കഷ്ണം ഇങ്ങനെ പിച്ചെടുത്ത് ചെറിയ ചൂടുണ്ടേ. ചോറിൻ്റെ പുറത്ത് വെച്ചിട്ട് ചങ്ങളെ, ഈ മീനിൻ്റെ രുചിയെ എനിക്ക് പറഞ്ഞറിയാൻ വേണ്ട. കണ്ട
മീൻ ഒരു രക്ഷയില്ലാത്തൊരു മീനാണ്. ഇതെവിടെയും കാണുന്നത് നിങ്ങൾ വാങ്ങിക്കണം. എരി കുറവുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. അത് ഒഴിച്ചാൽ ബാക്കി എല്ലാം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പോൾ ഞങ്ങൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ ഞങ്ങൾ നിർത്താൻ വേണ്ടി പോവുകയാണ്. ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു കിടക്കാച്ചി വീഡിയോയുമായി നാളെ വരാം. അതുകൊണ്ട് എൻ്റെ എല്ലാ ചങ്ങൾക്കും ടാറ്റ. ആഹാ.